സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വരാൻ പോണ അപ്ഡേറ്റ്, അതുപോലെ തന്നെ കണക്കിന്റെ ഡേറ്റ്, അതുപോലെ തന്നെ വരുന്ന പാക്കുകൾ, പിന്നെ കുറെ ബ്രസീലിന്റെ കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും കോയിൻ എന്താ വെച്ചാൽ വരുന്ന പാക്കിൽ കറക്കണോ, അല്ലെങ്കിൽ നമുക്ക് നിലവിൽ സേവ് ചെയ്തിട്ട് ഇനി പാക്കുകൾ ഇറക്കി, അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റ് കോഡ് ഒരെണ്ണം പുതിയത് വന്നിട്ടുണ്ട്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോണ ഷോർട്ട് ടൈം കാർഡുകൾ ഇറക്കി ഇന്ന് വൈകുന്നേരം വരാൻ പോണ പ്ലെയർ ഓഫ് ദ ഡേ, എങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരും ആ ഹൈപ്പട്ടിനും കൂടെ സെറ്റ് ആക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം മച്ചാമാരെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറയുമ്പോൾ ഓൾറെഡി ഈ ഒരു കോഡ് അടിച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാസിൽ പോയിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും. ഈ ഞാൻ കാണിക്കുന്ന ജസ്റ്റ് ഒരു കോഡ് അടിച്ചാൽ മതി. ആ ഒരു കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ഗിഫ്റ്റ് കോഡ് കിട്ടും. പക്ഷെ മച്ചാമാരെ നിലവിലുള്ള ഒരു കോഡല്ല. സംഭവം എന്താ വെച്ചാൽ കോഡ് ഫ്രീ ട്രൈ നമ്മുടെ റൗളിന്റെ പാക്കിലാണ് കിട്ടുക. അപ്പൊ ഇനി ആർക്കെങ്കിലും റൗളൊക്കെ കിട്ടാത്തതിനായിട്ട് ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് കറക്കിക്കോ. ചിലപ്പോൾ ഈ ഒരു ട്രൈയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പം ഇതുവരെ കിട്ടിയവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, എത്ര റൗളായിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്യുക മച്ചാമാരെ. അപ്പൊ നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വരാൻ പോണ അടുത്തിടെയായിട്ടുള്ള ഒരു കുറച്ച് കാർഡുകളെ പറ്റിയാണ്. അതായത് നിലവിൽ നമുക്കറിയാം ഓൾറെഡി കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ഡെൽപിയറിന്റെയും പിന്നെ നമ്മുടെ റൊണാൾഡിയോന്റെയും റൂണിന്റെയും പാട്രിക് വേരിയന്റെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്കവാറും അത് ഓൾറെഡി ഒരു ഡേറ്റ് ഇറക്കിയിട്ട് ആ ഒരു കാർഡുമായിട്ട് ഇറക്കുന്നതായിരിക്കും. കാരണം നിലവിൽ ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച അത്യാവശ്യം നല്ല രീതിക്ക് ഒരു CB പാക്കാണ് വരുന്നത്. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾ ആരെയും കറക്കുന്നതിന് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. കാരണം റിയോ ഉള്ളവരൊക്കെ റിയോ വേൾഡിനാണ് വരുന്നുണ്ട്. അപ്പൊ വാലന്റ് ഉള്ളവരൊക്കെ കറക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്തായാലും കുറെ കാർഡ് കൊനാമി റിപ്പീറ്റഡ് ആയിട്ട് ഇറക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു 4 കാർഡ് എന്തായാലും നമ്മുടെ ഇതിൽ വരുന്നതായിരിക്കും ഈ ഫുട്ബോൾ അടുത്ത് തന്നെ. കാരണം റോണി നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ട്രഷർ ലിങ്ക് പോലത്തെ ഒരു സംഭവം ജൂലൈ 26 നടക്കുന്നതുകൊണ്ട് എന്തായാലും നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഉറപ്പായിട്ട് ഇറക്കുന്നതായിരിക്കും. പിന്നെ വെച്ചാൽ നമുക്ക് നിലവിൽ എന്താ വെച്ചാൽ ഈ ഒരു ആഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹാഫ് ഉറപ്പായിട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ബുധനാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് ഇതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യും. കാരണം നിലവിൽ എന്താ വെച്ചാൽ ഈ ഒരു സെക്കൻഡ് ഹാഫിനകത്ത് എന്തായാലും കൊനാമി കോയിനും അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ എന്തായാലും ചാർട്ട് ഇറക്കും. കാരണം നമുക്കറിയാം ഓൾറെഡി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതാണ് അർജന്റീനയുടെ പ്രീമിയം പാക്ക്, സ്പെയിനിന്റെ, അതുപോലെ തന്നെ നമ്മുടെ ബ്രസീലിന്റെ ഇത് വരുമോ. അപ്പം ഓൾറെഡി എന്താ വെച്ചാല് വലിയൊരു പ്രീമിയം പാക്ക് ഇറങ്ങിയിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പാക്കിന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവരൊരു പുതിയ ക്യാമ്പയിൻ ഇതല്ലാണ്ട് വേറൊരു ക്യാമ്പയിൻ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നില്ല വേൾഡ് കപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ വെച്ചാൽ നിലവിൽ നമുക്കിനി എന്താ വെച്ചാൽ ബിഗ് ടൈം കാർഡുകൾ കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിലവിൽ ഇപ്പൊ നമ്മുടെ എംബാപ്പേന്റെ ഒക്കെ ഒരു ബിഗ് ടൈമിന്റെ കൺസെപ്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഓരോ 2018, 22 അങ്ങനെ വേർഷൻ അനുസരിച്ച് കൊനാമി എന്തായാലും ഡേറ്റിനനുസരിച്ച് ഓരോന്നോരോന്ന് കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വെച്ചാൽ നിലവിൽ നമ്മുടെ ഈ ഒരു ബ്രസീലിന്റെ ക്യാമ്പയിൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിൽ വന്നുപോയ കുറച്ച് കാർഡുണ്ട്. അതായത് നമ്മുടെ കക്ക, റോബർട്ടോ കാർലോസ്, റൊണാൾഡിനിയോ, റിവാൾഡോ, ഇവരുടെയൊക്കെ ഇനിയും കാർഡുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. കാരണം നമുക്കറിയാം റൊമാരിയോ ഇപ്പൊ വന്നുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡുകളൊക്കെ എന്തായാലും നമുക്ക് കക്കയൊക്കെ അന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ ഇതിനകത്ത് കിട്ടിയതായതുകൊണ്ട് തന്നെ കൊനാമി പരമാവധി ഈ ഒരു കാർഡുകളെല്ലാം ഇറക്കുന്നതായിരിക്കും. പിന്നെ മച്ചാമാരെ നിലവിൽ ഇനിയിപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താ വെച്ചാൽ പ്ലെയർ ഓഫ് ദ ഡേ നമ്മുടെ അവർ ഓൾറെഡി അനൗൺസ്മെന്റ് നടത്തിയാണ്. പ്ലെയർ ഓഫ് ദ ഡേ തന്നെ ഓരോ ആഴ്ചയിലും വ്യാഴാഴ്ചയായിട്ട് നമുക്ക് നിലവിൽ ഈ ഒരു ഷോർട്ട് ആൻഡ് ഡിസൈനിൽ എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഡാറ്റാബേസിൽ കിട്ടുന്നതിനനുസരിച്ച് ഉറപ്പായിട്ട് ഞാൻ അത് എന്തായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ചാനലിൽ തന്നെ. പിന്നെ നിലവിൽ കേസ് നമ്മുടെ വേറൊരു സംഭവം വെച്ചാൽ ചൈനീസ് വേർഷനിൽ ഡെയിലി പെനാൽറ്റിയിൽ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മാർട്ടിനെല്ലിന്റെ ഒരു കാർഡ് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ചിലപ്പം ബ്രസീലിന്റെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിലവിൽ ഇപ്പൊ ഇനിയിപ്പോ 2 കൂടെ കഴിഞ്ഞാൽ അതും കഴിയും ഡെയിലി പെനാൽറ്റി. അപ്പൊ മിക്കവാറും ഒരു ജൂലൈ 26 ഒക്കെ ആകുമ്പോഴത്തേക്ക് കഴിയേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാണ് കൊനാമി ആയതുകൊണ്ട് ചൈനീസിൽ വന്ന കാർഡിന് നമുക്ക് തരുമോന്ന് അറിയില്ല. പക്ഷെ എന്നാലും അവർക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും നമുക്ക് എത്താനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. കാരണം നിലവിൽ അവർക്ക് റോബർട്ടോ കാർലോസ് വന്നിട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ആ ഒരു മാറ്റമൊക്കെ ഉള്ളതുകൊണ്ട് അക്കാഞ്ചിയൊക്കെയാണ് നമുക്ക് വന്നത്. അപ്പം നല്ല കാർഡാണ്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു കാർഡിനായിട്ട്. പിന്നെ വെച്ചാൽ ഇന്നത്തെ ഒരു പ്ലെയർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ജോനാഥൻ തഹ്, പിന്നെ നമ്മുടെ കോഡി ഗാൽപ്പോ, പിന്നെ നമ്മുടെ ഫ്ലോറിയസ്, ബ്രയൻ ബ്രോബറി, ഡെൻസല്, ടംഫ്രൈസ് എന്ന് പറഞ്ഞൊരു കാർഡാണ് നിലവിൽ കാണിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ ആൻഡ് കൺസെപ്റ്റ് ആയിട്ട് തന്നതാണ്. അപ്പം നിലവിൽ എന്തായാലും വെച്ചാൽ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് വരുന്ന സംഭവം സാധാരണ ഒരു 95% ഉറപ്പ് തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ ആഴ്ചയൊക്കെ ഹാളൻഡ് ഒക്കെ വന്ന ടൈമിൽ ഇത് തന്നെയായിരുന്നു ഇവർ തന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു കാർഡുകളൊക്കെ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ മച്ചവരെ നിലവിൽ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഈഫ് കണക്റ്റിന്റെ കാര്യം ഈ ഒരാഴ്ച നമ്മുടെ പുതിയൊരു ക്യാമ്പയിൻ വരുന്നുണ്ട്. കാരണം 4 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിയും കഴിച്ചു. അപ്പൊ അത് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ബുധനാഴ്ചയൊക്കെ ഒരു അപ്ഡേറ്റിന് എന്തെങ്കിലും ലീക്ക് ഒരു തരേണ്ടതാണ്. നമുക്ക് ഇനി 3 ദിവസം ഉള്ളതുകൊണ്ട് തന്നെ ഇവരെന്തായാലും ഇൻസ്റ്റ വഴിയോ അല്ലെ അവരുടെ നമ്മുടെ ഇത് വഴിയോ എന്തായാലും ഒരു സോഷ്യൽ മീഡിയ വഴി ലീക്കഡും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കില്ല. അപ്പം സെക്കൻഡ് ഹാഫ് വരാണ്ട്. പിന്നെ ചാമ്പ്യൻസിന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ യൂട്യൂബിൽ നടക്കാത്തതുകൊണ്ട് യൂട്യൂബിൽ ചിലപ്പോൾ ഇവരൊരു എന്താ പറയാ വീഡിയോ ലൈവ് എടുത്ത് വെച്ചിട്ട് അത് ചിലപ്പം പണ്ട് നമുക്ക് ആദ്യം വന്ന പോലെ തന്നെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ജൂലൈ 26 ഇവർ ഓൾറെഡി കൺഫേം ചെയ്ത ഒരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു വേൾഡ് കപ്പ് കഴിയുന്നതിനോടനുബന്ധിച്ച് ജൂലൈ 26 ഇവർ എന്തായാലും ഒരു
നമുക്ക് വരാനുള്ള അപ്ഡേറ്റ് നമുക്കറിയാം. ഓൾറെഡി ഇപ്പൊ 2022 അപ്ഡേറ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പത്തേനും വരേണ്ടതാണ്, ഓഗസ്റ്റ് ലാസ്റ്റ് ഒക്കെ ആകുമ്പത്തേനും. അപ്പൊ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട അപ്ഡേറ്റ്, പിന്നെ നമ്മുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൂട്ടുമെന്ന് കേട്ടെ, സ്റ്റേഡിയം അങ്ങനെയുള്ള ലൈസൻസ് ടീം ഏതൊക്കെയാണ്, അങ്ങനെ നിലവിൽ എന്തായാലും ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, കാരണം കൂടുതൽ കാര്യങ്ങൾ കിട്ടുന്നതിനനുസരിച്ച്. അപ്പൊ മച്ചാൻ വരെ ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ വരുന്നത്. അപ്പൊ നമുക്ക് നിലവിൽ കേസ് നമ്മുടെ അർജന്റീനയുടെ ബ്രസീലിന്റെ പ്രീമിയം പാക്ക് വരും, അല്ലെങ്കിൽ ആ ഒരു ചാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് സെറ്റ് ആക്കുന്നത്. കാരണം അർജന്റീനയുടെ ഒക്കെ ഒരു പ്രീമിയം പാക്കിന് വേണ്ടി കുറെ പേര്, ബ്രസീൽ ആയിക്കോട്ടെ കുറെ പേര് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ സ്പെയിനൊക്കെ അതിൽ വരാണ്ട്, പിന്നെ നിലവിൽ നമുക്ക് വന്ന കാർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇത് സെറ്റ് ആക്കാൻ നമ്മുടെ ഏതൊക്കെ ലെജൻഡ് കാർഡ് ഉണ്ടെന്ന്. അപ്പൊ മച്ചാവർ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അപ്പൊ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മുടെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. പിന്നെ മച്ചാവർ നിലവിൽ ഞാൻ എന്താ വെച്ചാല് നമ്മുടെ ഡിവിഷൻ മാച്ച് കളിച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷനും, പിന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിവിഷൻ റാങ്ക് പുഷ് ചെയ്തിട്ട് അതൊരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ ഇടുന്നുണ്ട്, റിയൽ സഞ്ജു ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ കൊളാബ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് മാക്സിമം കാണാൻ പറ്റും. അപ്പം ഇവിടെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ മാക്സിമം എല്ലാവരും അതൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലായിട്ട് നമ്മുടെ ലൈവിലൊക്കെ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.